ഹായ്, ഇത് നമ്മൾ തയ്യാറാക്കുന്നത് കോളിഫ്ലവർ കൊണ്ടിട്ടുള്ള ഒരു തോരനാണേ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. തോരൻ വെക്കാൻ വേണ്ടിയിട്ട് കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുന്ന കുറച്ച് കോളിഫ്ലവർ ഉണ്ട്, പിന്നെ കുറച്ച് തേങ്ങ, 1/4 സ്പൂൺ വലിയ ജീരകം, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഒരു വെളുത്തുള്ളി, കുറച്ച് ചുമന്നുള്ളി. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ടാണേ. നമുക്ക് ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സിയിലിട്ട് കൊടുക്കാം. ഇതെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാൻ വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കടുക് ഇട്ട് കൊടുക്കാം, വറ്റൽമുളക് ഇട്ട് കൊടുക്കാം, പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാമേ. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നിടം വരെ നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് ചെറുതീയിലൊന്ന് വഴറ്റിയെടുക്കാം. പിന്നീട് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മുളക് പൊടിയല്ല ചേർക്കുന്നത്, ഇതിനകത്ത് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. ഈ തോരന് ടേസ്റ്റ് ഉണ്ടാക്കുന്നത് കുരുമുളക് പൊടിയും പെരുംജീരകവും കൂടിയിട്ട് ചേർക്കുന്നുണ്ടാണ്. പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. അതെല്ലാം കൂടിയിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കും. ഇനി ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് ചെറുതീയിൽ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ തോരനെല്ലാം വെന്തിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ മുട്ട വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാമേ. പച്ച മുട്ട ഇതിനകത്തിട്ട് ചിക്കി പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി.